മാരക വിദ്വേഷ സംഖ്യകളിൽ വിവിധതരം എക്സ്പേർട്ടുകളുണ്ട്. നമ്മുടെ സത്യഭാമ ചേച്ചി പറയുന്ന കൃഷ്ണരാജ് നിയമപരമായ ഒരു എക്സ്പേർട്ടാണെന്ന് അവകാശപ്പെട്ടാണ് പല ക്ഷേത്രങ്ങളെയും കളിപ്പിച്ചും വഞ്ചിച്ചും കാശടിച്ചും സുഖമായി ജീവിച്ചു പോരുന്നത്. പിന്നെ ഷാബു പ്രസാദ് എന്ന് പറയുന്ന വേറൊരാളുണ്ട്. പുള്ളി അന്താരാഷ്ട്ര നയരൂപീകരണ സംഗതികളിലെ ഒരു എക്സ്പെർട്ടായിട്ട് നിന്നാണ് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു പോരുന്നത്. പിന്നെ നമ്മുടെ മോഹൻദാസ് ജി ഉണ്ട്. മോഹൻദാസ് ജി അത് കുറച്ചുകൂടി വ്യത്യസ്തനായൊരു എക്സ്പെർട്ടാണ്. പുള്ളി പ്രധാനമായും പശ്ചിമേഷ്യ, പിന്നെ അതുപോലെ തന്നെ മറ്റു പല സംഗതികളും എന്ന് പറഞ്ഞാൽ ഈ ഒളിഞ്ഞു നോട്ടം, കുനിഞ്ഞു നോട്ടം, താഴെക്കുട നോട്ടം, വിദ്വാര നോട്ടം, തദ്വാര നോട്ടം അടക്കമുള്ള വിശകലനങ്ങളാണ് മോഹൻദാസ് ജിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല. ആ ഇനത്തിൽ വരുന്ന ഒരു വനിതാരത്നമാണ് നമ്മുടെ ലസിത പാലയ്ക്കൽ. ലസിത പാലയ്ക്കൽ അറിയപ്പെടുന്ന ഒരു ലവ് ജിഹാദ് പരിശോധനാ വിഭാഗത്തിൻ്റെ കേരളത്തിലെ മേധാവിയാണ്. പല ഘട്ടങ്ങളിലും ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രണയാതുരമായി വിവാഹം കഴിക്കുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇട്ട് ലസിത രംഗത്ത് വരികയും തന്നെ അടയാളപ്പെടുത്തി കടന്നു പോവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. എന്നാൽ ലസിത ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഒരു വിവാഹം കഴിച്ചയക്കാൻ മാർഗമില്ലാത്ത അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടുകളിൽ കഴിയുന്ന ഹൈന്ദവ വിശ്വാസത്തിൻ്റെ സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സനാതനിയെയും എന്തെങ്കിലും തരത്തിൽ സഹായിക്കുന്നതോ സംരക്ഷിക്കുന്നതോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വളരെ ഗവേഷണ കുതുകിയായ തെറ്റിപ്പോരുത് വാക്കുകൾ, കുതുകിയായ നമ്മുടെ ലസിത ഇപ്പോൾ ലവ് ജിഹാദിന് വേറൊരു വ്യാഖ്യാനം ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പേറ്റൻറ്റ് കിട്ടാനും അടുത്ത പ്രാവശ്യം വെള്ളാപ്പള്ളിക്ക് ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായി പത്മഭൂഷൺ കിട്ടുന്ന ഒരു വനിതയായി മാറാനും ലസിത പാലയ്ക്കലിന് കഴിയുന്ന ഗൗരവമായൊരു കണ്ടുപിടുത്തമാണ്. ആ കണ്ടുപിടുത്തം ഒന്ന് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടപെടും, കേട്ടോളൂ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഷാഹിർ ബഷീർ ഇവൻ ആരാണെന്നല്ലേ? അതെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. കാരണം എന്തിനാ? കാരണം വേറൊന്നുമില്ല, എല്ലാവരും ഒന്ന് അറിയണം ലസിത ചേച്ചി ജീവിച്ചിരിപ്പുണ്ടെന്നും പിന്നെ വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏതായാലും അതാണ്, അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം. കാരണം ഇന്ന് കേരളം അനുഭവിക്കുന്ന സാധാരണ വീട്ടമ്മമാർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. LPG കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്, ജീവിത ചെലവുകൾ കൂടുന്നതിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ഈ ദേശീയപാതയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുടുംബങ്ങളിൽ വലിയ കഷ്ടനഷ്ടങ്ങളും പണിക്കാർക്ക് പണിയില്ലാതാവുകയും കച്ചവടം നടക്കാതിരിക്കുകയും വഴിയോര കച്ചവടക്കാർക്കും ഒക്കെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ലസിത പാലയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ബാക്കി കേട്ടോളൂ, ഇത് ഷെയർ ചെയ്താൽ മാത്രം മതി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ഇനിയൊരു പെൺകുട്ടികൾക്ക് ഈ ഒരു ചതി വരാൻ പാടില്ല. ഇവന്റെ സ്വദേശം എന്ന് പറയുന്നത് ചൊക്ലിയാണ്, ചൊക്ലി ഒളവിലും. അവിടെ ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകി ഇവളെ പറ്റിച്ച് വേറൊരു പെൺകുട്ടിയായിട്ട് എന്താ പറയുന്നത് വിവാഹം ചെയ്യേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുത്തൻ. ഈ ഒരു പേര് ഞാൻ പറയുന്നത് ലവ് ജിഹാദ് എന്നാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ പെൺകുട്ടി 2017 മുതൽ ഇവർ രണ്ടാളും സ്നേഹത്തിലാണെന്ന് പറയുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്നു. അതിനുശേഷം മതം മാറിയാ മതി എന്ന് പറയുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം മതം മാറിയാ മതി എന്ന് പറയുന്നു. ആ പെൺകുട്ടി അതിന് തടസ്സം നിന്ന സമയത്ത് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. അപ്പൊ എന്തായി ഇതിന്? എന്നാണ് ഇവിടെ നടക്കുന്നത്? ഇത് ലവ് ജിഹാദല്ലേ? ഒരാളൊരു ഇപ്പോഴത്തെ കാലത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? അവൻ പീഡിപ്പിച്ചെന്നുള്ള വാദമില്ല, അവൻ ഗർഭിണിയാക്കിയെന്നുള്ള വാദമില്ല, അവൻ കല്യാണം കഴിച്ചെന്നുള്ള വാദമില്ല, അവൻ പ്രതികാരക്കൊല ചെയ്തെന്നുള്ള വാദമില്ല. അവൻ എന്ത് ചെയ്തു? അവൻ അവിടുന്ന് ആ പ്രപ്പോസലിൽ നിന്ന് അങ്ങ് പിന്മാറിയിട്ട് വേറെ ഏതാണ്ട് പെണ്ണിനെ കെട്ടാൻ പോകുന്നു. അതിൻ്റെ പേരാണ് ലവ് ജിഹാദ്. ഇനി ബാക്കിയും കൂടെ കേട്ടോളൂ. സത്യം പറഞ്ഞാലേ എന്തോ പറയും. എന്തായി ഇതിന്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് ലവ് ജിഹാദല്ലേ? ആ പെൺകുട്ടി ചുക്ലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തില് കേസ് എടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ചെക്കന്റെ ഫോട്ടോ അടക്കം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവനിപ്പം
ഖത്തറിലാണ്. അതായത് ഖത്തറിൽ ജോലി നോക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവളോട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതും അതൊന്നും പോരായിക വേറൊരു പെണ്ണിനെയും കൂടി കല്യാണം കഴിക്കേണ്ടിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്, എൻഗേജ്മെന്റ്. അതും ആരും അറിയാതെ. അപ്പൊ തീർച്ചയായിട്ടും ഇവനെതിരെ പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് അറസ്റ്റ് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം വേറൊന്നുണ്ടല്ല, ഞങ്ങളല്ലാതെ ഇത് മറ്റാര് ചെയ്യും സഖാക്കളെ എന്നൊരു ചൊല്ലുണ്ടല്ലോ, ആ ഒരു ചൊല്ല് ഇവൻ സഖാവാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സഖാക്കൾ ഇത് ചപ്പിട്ട് മൂടിയത്. പക്ഷെ എന്തായാലും പെണ്ണിന്റെ ഭാഗത്ത് നീതി കിട്ടണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് നീതി വേണം. ആ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഹിന്ദു പെൺകുട്ടി മാത്രം മതി. ഞങ്ങൾ പറയുന്ന ഒരു പേരുണ്ട്, ലവ് ജിഹാദ് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഒരു പെൺകുട്ടീനെ വിവാഹ വാഗ്ദാനം നൽകി, അതായത് വേറൊന്നുമില്ല പറയാൻ. ഇനി ഇത് ചവച്ചും പിടിച്ചും കളിച്ചും പുളിച്ചും പുളിച്ചും കളിച്ചും പളിച്ചും പളിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സംസ്ഥാനത്ത് ഒരേ സമയം പലരെ പ്രേമിക്കുന്നവരുണ്ട്. പ്രേമിച്ച് ഓരോ കോളേജിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഒരാളുമായിട്ട് പ്രേമം, അടുത്ത വർഷം വേറൊരാളുമായിട്ട് പ്രേമം, അടുത്ത വർഷം വേറൊരാളുമായിട്ട് പ്രേമം. ഇങ്ങനെ പ്രേമം തുടർച്ചയായി നടക്കുന്നുണ്ട്. എന്തിന്? നിശ്ചയം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വളയും മാലയും എല്ലാം ഇട്ടതിന് ശേഷം കല്യാണം തെറ്റിപ്പോകുന്നുമുണ്ട്, കല്യാണത്തിൻ്റെ തലേന്ന് തെറ്റിപ്പോകുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനകത്തേക്കാണ് ഈ മതം മാറ്റവും സംഗതിയെല്ലാം കൊണ്ടുവന്നത്. സാധാരണ മതം മാറ്റി കല്യാണം കഴിക്കുന്നതിനാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അവൻ നല്ല സ്നേഹവും സന്തോഷമായിട്ട് ഇരുന്നതായിരിക്കും, ചിലപ്പോൾ കെട്ടാവുന്നവൻ തീരുമാനിച്ച് കാണും. അപ്പോഴായിരിക്കും ഈ ലവ് ജിഹാദ് എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ബഹളം വെക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കാണും, നീ ഇത് പാടുപെട്ടി കെട്ടി നിൻ്റെ ജീവിതവും കോഞ്ഞാട്ടയായി, നാളെ നിന്നെ പിടിച്ച് പോലീസിലും ആക്കി, പിന്നെ ആരെങ്കിലും UP-യിലോ ഡൽഹിയിലോ എല്ലാം കേസ് കൊടുത്താൽ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ജാമ്യവും കിട്ടത്തില്ല, അതുകൊണ്ട് നീ വേറെ ആരെയെങ്കിലും കെട്ടടേ എന്ന് പറഞ്ഞു കാണും. ചുരുക്കത്തിൽ അവൻ ഈ ലവ് ജിഹാദിനെ പേടിച്ച് ഇവരൊക്കെ പറയുന്ന കേട്ടായിരിക്കും ഇത് ഇട്ടേച്ച് പോയത്. അതുകൊണ്ട് പോയെങ്കിലും അവൻ്റെ പേരിൽ ലവ് ജിഹാദിന് കേസെടുക്കണം എന്നാണ് നമ്മുടെ ലസിതയുടെ പുതിയ കണ്ടെത്തൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ മൈക്രോ ആറ്റിറ്റ്യൂഡുള്ള ഒരു സയൻറ്റിസ്റ്റാണ്, ഈ മേഖലയിൽ എക്സ്പെർട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ലസിതയ്ക്ക് അറിയാവുന്നവരുണ്ട്. ഭർത്താവിനെയും കൊച്ചിനെ ഇട്ടേച്ച് വേറെ ആളുടെ കൂടെ പോയി ജീവിക്കുന്നവരുണ്ട്. പിന്നെ വേറെന്താ പറയാൻ, അല്ലാത്ത പല സംഗതികളുമുണ്ട്, പല ഏർപ്പാടുകളുമുണ്ട്, പല പേരുകളുമുണ്ട്, പല കഥകളുമൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെയാണ് ഒരു അനീതിയുടെ അംശം ആദ്യമായി നമ്മുടെ ലസിത കാണുന്നത്. ഏതായാലും കാത്തിരിക്കാം. ലസിതയുടെ ഈ പുതിയ ലവ് ജിഹാദ് ഡെഫിനിഷൻ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഒരു പേറ്റൻറ്റും എടുത്ത് ഈ ലവ് ജിഹാദിനെ ലസിത ലവ് ജിഹാദ്, ന്യൂട്ടൺസ് ലാ എന്നൊക്കെ പറയുന്ന പോലെ ലസിത ലവ് ജിഹാദായി എല്ലാവരും ഏറ്റെടുക്കുകയും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.